മുനമ്പം ഭൂമി വിഷയത്തിൽ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് ജുഡീഷ്യൽ കമ്മീഷനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സർ, ഇപ്പോൾ അങ്ങയെ ജുഡീഷ്യൽ കമ്മീഷനായിട്ട് നിയമിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇനി മുന്നോട്ടുള്ള നടപടികൾ? കളക്ടർ വന്നിരുന്നു. കളക്ടറാണ് ലോക്കൽ ഓഫീസൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. കളക്ടർ പറഞ്ഞു ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇത് തന്നെ ഓഫീസായിട്ട് ഫംഗ്ഷൻ ചെയ്താൽ മതി. സിറ്റിംഗ് വേണമെങ്കിൽ കളക്ടറേറ്റിലോ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിലോ അവരുടെ കൂടെ മുൻപ് നിവാസികളുടെ കൂടെ സൗകര്യം നോക്കി അല്ലെങ്കിൽ അവരുടെ അഭിഭാഷകരുടെ സൗകര്യം നോക്കി ഫിക്സ് ചെയ്യാം. ഓഫീസായിട്ട് ഇവിടെ തന്നെ നടത്താൻ അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ സമ്മതിച്ചു. അപ്പോൾ ഒരു കഴിയുന്നതും നേരത്തെ പ്രവർത്തനം തുടങ്ങുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പം വിജ്ഞാപനമായി കമ്മീഷനെ നിയോഗിച്ചുള്ളത് വിജ്ഞാപനമായി. അതുകൂടാതെ ടേംസ് ഓഫ് റെഫറൻസ് അതിനകത്ത് തന്നെ ഉണ്ട്. വളരെ ബ്രീഫാണ്. 2 ടേംസ് ഓഫ് റെഫറൻസേ ഉള്ളൂ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മുൻപ് നിവാസികളുടെ സംരക്ഷണമാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിന് വളരെ മാനുഷികമായിട്ട് ഈ കമ്മീഷൻ പരിഗണിക്കും. ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെല്ലാം അവരെ സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതിന് ഗവൺമെൻറ്റിന് ശുപാർശ കൊടുക്കും. 3 മാസത്തെ സമയമാണ് തന്നിരിക്കുന്നത്. 3 മാസം ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ കാലതാമസം ഉണ്ടാകില്ല. എൻ്റെ പ്രധാന ഫോക്കസ് ഇനിയിപ്പോൾ ഈ കമ്മീഷൻ്റെ പ്രവർത്തനം തീരുന്നവരെ ഇതിൻ്റെ പ്രവർത്തനത്തിലേക്കായിരിക്കും. പിന്നെ എനിക്ക് വേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കളക്ടറുടെ എന്നെ കാണാൻ വന്നു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു സകല സഹകരണം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എല്ലാം തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നില്ല. പിന്നെ വേണ്ടത് എനിക്ക് ഇതിലെ തൽപര കക്ഷികൾ അവരുടെ ഒരു സഹകരണം. അവർ ആദ്യമൊക്കെ എതിർത്തതായിട്ട് ഞാൻ കേട്ടു. പിൽക്കാലത്ത് മുഖ്യമന്ത്രി അവരുമായിട്ട് സംസാരിച്ചെന്നും അവർ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ സഹകരണം ഉണ്ടെങ്കിൽ എനിക്ക് സമയത്ത് തന്നെ റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ഇതിലെ എല്ലാ തൽപര കക്ഷികളുടെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെയും ആർക്കാണ് ഗവൺമെൻറ് സഹായം ഉദ്ദേശിക്കുന്നത് അവരുടെ എല്ലാ സഹകരണം ഉണ്ടെങ്കിൽ എളുപ്പം റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കും. ഈ 3 മാസം എന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ കാലയളവാണോ? 3 മാസം സാധാരണ ഒരു കമ്മീഷൻ വളരെ ചുരുങ്ങിയ കാലയളവാണ്. ഇത് വളരെ സങ്കീർണമായൊരു വിഷയമാണ്. ലാൻഡിൻ്റെയും വഖഫിൻ്റെയും ഒക്കെ നിയമം എല്ലാം നൂലാമാലകൾ നോക്കണം. എല്ലാം വളരെ ശ്രദ്ധയോടെ നോക്കേണ്ട കാര്യങ്ങളാണ്. ദീർഘകാലമായിട്ട് അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾ, അവരുടെ ലാൻഡിനെ സംബന്ധിച്ച അവകാശങ്ങളാണ് തർക്കത്തിൽപ്പെട്ടിരിക്കുന്നത്. അത് ക്ലെയിം ചെയ്തിരിക്കുന്ന വഖഫാണ്. വഖഫ് നിയമം തന്നെ പ്രത്യേക നിയമമാണ്. അപ്പോൾ ഏത് രീതിയിലാണ് അവിടുത്തെ താമസക്കാർക്ക്, അവിടുത്തെ താമസക്കാരുണ്ട്, അവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ദീർഘകാലമായിട്ട് അവിടെ താമസിക്കുന്നവർ. അവരെ എങ്ങനെ സംരക്ഷിക്കണം എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്, എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്താനാണ് കമ്മീഷനോട് സർക്കാർ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് അതിൻ്റെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടത് അതെല്ലാം സർക്കാരിന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ സർക്കാരിന് അതിനെക്കുറിച്ച് ശുപാർശ നടത്തുക എന്നുള്ളതാണ്. അതിൽ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെങ്കിൽ പോലും അതിനെക്കുറിച്ച് കമ്മീഷൻ നിർദ്ദേശം കൊടുക്കണം. അതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സർ. എന്തായാലും സർക്കാർ മുനമ്പത്ത് താമസിക്കുന്ന മുനമ്പം നിവാസികളുടെ സംരക്ഷണമാണ് ലക്ഷ്യമിടുന്നത്. അത് മുൻനിർത്തി തന്നെയായിരിക്കും പ്രവർത്തനമെന്നാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. കൊച്ചിയിൽ നിന്നും രാജു വർഗീസിനൊപ്പം തിയോഫിൻ, കൈരളി ന്യൂസ്.